കുട്ടികൾ സന്തോഷത്തോടെ എത്തി പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്ന പ്രവേശനോത്സവത്തിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ അരങ്ങേറിയത് സ്കൂളിന് തന്നെ നാണക്കേടായ സംഭവങ്ങളാണ്. മുന്നറിയിപ്പില്ലാതെ 9ാം ക്ലാസ് CBSE ഡിവിഷൻ നിർത്താനുള്ള സ്കൂൾ അധികൃതർ തീരുമാനമാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇതിനെതിരെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ സ്കൂളിലേക്ക് എത്തി. യുവജന സംഘടനകൾ ഈ പ്രതിഷേധം ഏറ്റെടുത്തു. അവർ പ്രധാന അധ്യാപികയെ തടഞ്ഞുവെച്ചു. 70-ലേറെ കുട്ടികളാണ് 9ാം ക്ലാസ്സിൽ മലയാളം ഡിവിഷനിൽ ഉള്ളത്. എന്നാൽ CBSE ഡിവിഷനിൽ ആകെ ഉള്ളത് 12 വിദ്യാർത്ഥികളും. ഇതിൽ 3 പേർ TC വാങ്ങിപ്പോയി. അവശേഷിക്കുന്നവർക്ക് ഡിവിഷൻ നിർത്തലാക്കുന്നതിനെ കുറിച്ച് അറിയിപ്പ് നൽകിയത് 30-ാം തീയതി മാത്രമാണ്. 30-ാം തീയതി ഒരു PT മീറ്റിംഗ് വിളിച്ചിട്ട് പറയുവാണ്, പിള്ളേർ കുറവായതിനാൽ ഇംഗ്ലീഷ് മീഡിയം നിർത്തുകയാണ്, നിങ്ങൾ പറ്റുമെങ്കിൽ വേറെ സ്കൂളിനെ അഭയം പ്രാപിക്കാൻ. അത് അഭയം പ്രാപിക്കണമെങ്കിൽ പൊതു സ്കൂളാണ്, അവിടെ പൈസ കൊടുത്ത് ഞങ്ങൾക്ക് ചേരുവാനുള്ള സാക്ഷി ഇതില്ല. 2 ദിവസം ബാക്കിയുള്ളപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഇതിനിടെ വിദ്യാർത്ഥികൾക്ക് നിലവാരമില്ല എന്ന തരത്തിൽ അധ്യാപിക നടത്തിയ പരാമർശം പ്രതിഷേധത്തെ ആളിക്കത്തിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഒടുവിൽ ഡിവിഷൻ നിലനിർത്താൻ തീരുമാനമായി. ഇതിനായി വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങുമെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞു, സ്പെഷ്യൽ ഓർഡർ വഴി ഈ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. സ്കൂളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനവും അഴിമതി ആരോപണവും ഉയരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.